ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ടോപ് 10 റിവ്യൂ ചാനലാക്കാൻ വീണ്ടും നിങ്ങളെ എല്ലാവരും വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളുടെ വിഷയം ചരിത്രപരമായ യാത്ര ഡോക്യുമെന്ററി ആയിരിക്കും. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു നമ്മൾ വ്ളോഗ് ചാനലാണ്, പക്ഷെ വ്ളോഗപരമായ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. ഇങ്ങനെന്ന് പറഞ്ഞാൽ പീപ്പിൾ ഓഫ് ഡോക് എന്നാണ് നമ്മളുടെ ചാനൽ യഥാർത്ഥ കണ്ടന്റ്. പക്ഷെ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞ ഒരു കാര്യമോ ഒരു നാടിനെ പറ്റി നമുക്ക് കൗതുകരമായി പറയാനോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നല്ല, മറ്റൊരാളിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന ഒമാൻ എന്ന് പറയുന്ന നാടിനെ കുറിച്ച്. ഒമാൻ സുൽത്താനേറ്റ്, ആ രാജ്യം എത്ര വലിയ അറബി മണ്ണാണെന്നത് നമുക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം ഒരു ഡോക്യുമെന്ററി തന്നെയാണത്. പക്ഷെ കണ്ടന്റ് ബേസ്ഡ് ഇത് നമുക്ക് പറയണമെന്ന് തോന്നി. കാരണം അത്രയും പ്രകൃതിയെ, അത്രയും ഒരു നാടിനെ വിസ്മയിക്കുന്ന കാഴ്ച. ഞാൻ ഇത് ഒന്ന് ആമുഖമായി പറയാമെന്ന് കരുതി. കാരണം ഇനിയുള്ളത് നിങ്ങൾ ഡോക്യുമെന്ററിയുടെ കാര്യവും ആ നാടിനോടുള്ള വർണ്ണനമായ ഒരു ഡോക്യുമെന്ററി പിക്ചറായ ഒരു വീഡിയോ ക്ലിപ്പായിരിക്കും. അതിനു മുമ്പ് ഈ ഒരു ഒമാൻ എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു അറബി രാജ്യമാണ് ഒമാൻ. അതായത് UAE എന്ന് പറയുന്നത് അല്ല ഏറ്റവും വലിയ അറേബ്യൻ നാട്, ഒമാനാണ്. സത്യത്തിൽ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതാണ്. ഒമാനിലെ കാഴ്ചകളും ഒമാനിലെ കാര്യങ്ങളും ഒക്കെ ഞാനിപ്പോൾ കണ്ടപ്പോൾ നമ്മൾ ദുബായ് നഗരങ്ങളിലും യുണൈറ്റഡ് ഏരിയകളിലും വലിയ രാജ്യമൊന്നും അല്ലാത്ത ഏറ്റവും ചെറിയ ഒരു രാജ്യം മാത്രമാണ് ഈ UAE എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എല്ലാവരും UAE ആണ്, ദുബായ് ആണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും വലിയ നഗരമായി കാണുന്നത് ഒമാനെയാണ്. ഈ ഒരു പിക്ചറിൽ തന്നെ ദേശീയ ഒരു ഇതിൽ തന്നെ കാണാൻ പറ്റുന്നത് തലസ്ഥാനമാണ് മസ്കത്ത്. അത് ഔദ്യോഗിക ഭാഷകളിൽ അറബിക്, ഒമാനി എന്നാണ് പറയാറ്. സർക്കാർ സമ്പൂർണ്ണ രാജവാഴ്ചയാണ് അവിടെ. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്യദ് ആണ് അവിടുത്തെ സുൽത്താൻ. ചാൻസലർ എന്ന് പറഞ്ഞാൽ ഫഹദ് ബിൻ മഹമ്മൂദാണ്. സ്ഥാപനങ്ങൾ 751 സ്ഥാപനങ്ങളാണ്. ഫസ്റ്റ് ഇൻമിനേറ്റ് എസ്ക്ലേബേറ്റ് അതും 751. പോർച്ചുഗീസുകാരിലെ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് കിട്ടിയത്. 1651 സ്വാതന്ത്ര്യം കിട്ടിയത്. നവംബർ 18 സുൽത്താൻ ജന്മദിനം, ദേശീയ ദിവസമാണ് അവരുടെ സുൽത്താന്റെ ജന്മദിനം ഉണ്ടായത്. വിസ്തീർണമായി മൊത്തം 30,500 കിലോമീറ്റർ, 11,570 വിസ്തീർണം. അത്രക്കും ജലം എന്നൊക്കെ നിജ്ലബിൽ എന്ന് പറയുന്ന ജലമാണ് അവിടെ. അപ്പോ BC 6-ാം നൂറ്റാണ്ടാണത് മുതൽ MTA-ാം നൂറ്റാണ്ട് വരെ ഒമാൻ നിയന്ത്രിച്ചിരുന്നത് 3 രാജവംശങ്ങളാണ്. ഒമാനിലെ പരമാധികാരി സുൽത്താനാണ്. ഫിക്സ് മജസ്റ്റി സുൽത്താൻ ഹൈതം ബിൻ സയ്യിദി ആണ് ഇപ്പോഴത്തെ ഭരണാധികാരി. ഒമാന്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ 2092 കിലോമീറ്റർ,
തീരപ്രദേശങ്ങളുണ്ട്. അതിർത്തി സൗദി അറേബ്യ, UAE ആൻഡ് രാജ്യങ്ങൾ യമൻ എന്ന് പറയും. മരുഭൂമികൾ കൂടുതലുള്ള ഒരു നാടാണ് അറേബ്യയിലെ മധ്യ ഒമാനിന്റെ ഭൂരിഭാഗവും വിശാലമായ മരുഭൂമികളുണ്ട്. വടക്കും തെക്ക് കിഴക്കൻ തീരപ്രദേശത്ത് വരെയും പർവ്വതാരികൾ ഉണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. വടക്ക് തലസ്ഥാന നഗരമായ മസ്കറ്റ്, മാന്ദ്ര, സൂർ എന്നിവയും തെക്ക് സലാലയും സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശങ്ങളിലെ ഈർപ്പമുള്ള കാലാവസ്ഥയും മറ്റ് പ്രദേശങ്ങളിൽ ചുട്ടുപൊള്ളുന്ന വരണ്ട കാലാവസ്ഥയും അവിടെയുണ്ട്. അതാണ് യഥാർത്ഥ ഗൾഫ് രാജ്യം എന്ന് പറയുന്നത്. കാലാവസ്ഥ നേരിയ മൺസൂൺ കാലാവസ്ഥയുള്ള തൊഫാർ മേഖല ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും കൊടും ചൂടുള്ള കാലാവസ്ഥയാണ്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നീളുന്ന വേനൽ കാലത്തെ 50 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. അൽബിദിന സമതലത്തിൽ 46 ഡിഗ്രി സെൽഷ്യസ് ആണ് വേനൽ ചൂട്. മസ്കറ്റിലെ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ റൂബ് അൽ ഖലീലിൽ നിന്ന് വീശുന്ന ഗർബി കാറ്റുമൂലം ചൂട് 6 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന ശീതകാലത്തെ രാജ്യം മുഴുവൻ 15 ഡിഗ്രിക്കും 23 ഡിഗ്രിക്കും ഇടയിലെ താപനിലയാണ്. പൊതുവെ അൽ ബത്തിന സഹം, അൽ ബത്തിന സുവൈവ്, അൽ ബത്തിന മുസന്ന തുടങ്ങിയ അൽ ബത്തിന സൊഹറ സ്ഥലങ്ങളിൽ ചൂടും കാറ്റുമുള്ള കാലാവസ്ഥയാണുള്ളത്. അവിടെ കാറ്റും ഉള്ള ഒരു കാലാവസ്ഥയാണ്. പൊതുവെ ഈ പ്രദേശങ്ങളിൽ കൃഷിയും നടത്താറുണ്ട്. ഒരു ഗ്രാമപ്രദേശം പോലെ സിറ്റി ഉള്ള ഒരു നഗരങ്ങളാണ് ഈ ഒമാനും മസ്കറ്റും. മസ്കറ്റാണ് വലിയ സിറ്റി, ഒമാൻ ഒരു മരുഭൂമി എന്ന് തന്നെയാണ് പറയുക. കൃഷി വരെ ഇവർ നടത്തി. കേരളത്തിന്റെ ഭംഗി കൂട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒമാൻ എന്ന് നമുക്ക് പറയാനുണ്ട്. കേരളത്തിനോട് ചേർന്നുള്ള കാലാവസ്ഥയാണ്. അതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. സ്ഥിരമായിട്ടുള്ളത് എന്നാൽ മണ്ണ് വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമായ ഒരു മണ്ണാണ് ഒമാനില്. മഞ്ഞും മഴ, ആലിപ്പഴം തുടങ്ങിയ ഇവിടെ പെയ്തിട്ടുണ്ട്. വർഷത്തിൽ ഒരു തവണ സ്ഥിരമാണ് ഇവിടെ. ആലിപ്പഴം എന്ന് പറയുന്ന മഞ്ഞും മഴ കാലത്താണ് ഇതിവിടെ സ്ഥിരമായിട്ടുണ്ടാവുന്നത്. മസ്കറ്റ് പ്രദേശത്തെ കാലാവസ്ഥ ശരാശരി കൂടിയതാണിത്. ജനുവരിയിൽ അങ്ങനെ അതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്കതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോ സമ്പദ്ഘടനയാണ് നമ്മുടെ അടുത്ത് ഒമാനെ കുറിച്ച് നമുക്ക് പറയാൻ. ഒമാന്റെ പ്രധാന വരുമാനം എണ്ണയാണ്. അവിടെയാണ് നമ്മുടെ ഫീൽഡ് എണ്ണ ശേഖരിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത്. എന്നാൽ വളരെയധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമല്ല ഇത്. അവലംബം ആവശ്യമാണ്. തീരപ്രദേശങ്ങൾ മത്സ്യബന്ധനത്തിനും ഉൾനാടുകളിൽ കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒമാൻ അത് കൃഷിയുടെ നാടായിട്ടാണ് യഥാർത്ഥത്തിൽ ഒമാൻ സ്ഥിതി ചെയ്യുന്നത്. എണ്ണയും പ്രകൃതിവിഭവവും 1967 ഒമാൻ വാണിജ്യ ജോഡിസ്ഥ സ്ഥാനത്തിൽ എണ്ണ കയറ്റുമതി ആരംഭിച്ചത്. 1967 ഒമാൻ വാണിജ്യ ജോഡിസ്ഥാനത്തിൽ എണ്ണ കയറ്റുമതി ആരംഭിച്ചത്. വളരെയധികം എണ്ണപ്പാടങ്ങൾ ഇവിടെയുണ്ട്. ധാതു നിക്ഷേപങ്ങൾ ക്രോം മൈറ്റ്, ഡോളമൈറ്റ്, സിങ്ക്, ലൈസ്റ്റോൺ, ജിപ്സം, സിലിക്കൺ, കോപ്പർ, ഗോൾഡ്, കോബൾട്ട്, ഇരുമ്പ് എന്നിവ ഒമാനിന്റെ ധാതു നിക്ഷേപങ്ങളാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ്
തന്നെ ഒമാനിൽ ചെമ്പ് ഖനനം തുടങ്ങിയിരുന്നു. വ്യവസായം 5th സെഞ്ചുറിയാണ്. വിനോദസഞ്ചാരങ്ങൾ ആകർഷമായ വിനോദസഞ്ചാര മേഖലകൾ കൊണ്ട് ഒമാൻ വളരെ പ്രശസ്തമാണ്. ജബൽ ഷംസാണ് ഇവിടുത്തെ ഏറ്റവും നീളമുള്ള പർവ്വതം എന്നത് കാണാൻ പറ്റും. ആരോഗ്യമാണ് ഇനി നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തില്ല. ആരോഗ്യ മേഖലയിൽ സുരക്ഷിതവും ഒമാൻ എപ്പോഴും പുലർത്താറുണ്ട്. നമ്മുടെ ആരോഗ്യനില വർധന ഒമാൻ പുലർത്താറുണ്ടെന്നാണ് പറയുന്നത്. ആശുപത്രികളിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ചെലവ് കൂടിയ ചികിത്സയാണ് ഒമാൻ ആശുപത്രികളിൽ ഉണ്ടാവുക. അതാണ് പ്രശ്നം ചെയ്യാറുള്ളത്. അത് സാധാരണക്കാർക്ക് താങ്ങുവാൻ കഴിയുന്നതല്ല എന്നുള്ളത് പൊതുവായുള്ള പ്രശ്നമാണത്. അത് ചികിത്സ കാര്യത്തിൽ ഗൾഫ് കൺട്രിയിൽ എവിടെയായാലും അത് അങ്ങനെ തന്നെയാണ്. സംസ്കാരം, ഭക്ഷണമാണ് ഇനി അടുത്ത നമ്മൾ. ജനങ്ങൾ പൊതുവെ മത്സ്യവും മാംസവും കൂടുതൽ ആഹരിക്കുന്നവരാണ്. മാംസവും അരിയുമാണ് ഒമാനികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണം. ഉച്ചയൂണ് സമൃദ്ധമായി കഴിക്കുകയാണ് ഒമാനികളുടെ രീതി. വലിയൊരു പാത്രം ചെറു തക്കാളിയോ മീനോ ഇറച്ചിയോ കൊണ്ടുള്ള കൊഴുത്ത ചാറുള്ള കറിയും കൂട്ടിയാണ് ഉച്ചയൂണ്. ഈത്തപ്പഴം മറ്റൊരു പ്രധാന ഭക്ഷണ ഘടകമാണ്. വെണ്ണ, തേൻ, മുട്ട, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ഹൽവ ഒമാനികൾ പ്രിയപ്പെട്ട മധുര പലഹാരമാണ്. എലൈക്കട തിളപ്പിച്ച കാപ്പിയാണ് ഇഷ്ടപാനീയങ്ങളിലൊന്ന്. ലംബാൻ എന്നറിയപ്പെടുന്ന ഉപ്പ് ചേർത്ത ബട്ടർ മിൽക്ക്, ഏലക്ക ചേർത്ത് യോഗർട്ട് എന്നിവയും പ്രചാരത്തിലുണ്ട്. റൂസ്, അൽ മദ്റൌബ്, മക്തീദ്, മുലബാബ്, മിഷ്കാഖ് എന്നിവ ഉത്സവ ആഘോഷങ്ങൾക്ക് എരിവും പുളിവും പകരുന്ന വിഭവങ്ങളാണ്. ഏറ്റവും വിശിഷ്ടമായ അവസരങ്ങളിൽ മാത്രം തയ്യാറാകുന്ന ഒമാനി വിഭവമാണ് ഷുവ. കുബൂസ് എന്നറിയപ്പെടുന്ന അറബിക് ബ്രെഡ് ആണ് സാധാരണക്കാരുടെ പ്രധാന ഭക്ഷണം. ഒമാനികൾ പായ വിരിച്ച് കുടുംബമായും കൂട്ടുകാരുമായും ചേർന്നിരുന്ന് കഴിക്കുന്ന രീതിയുമുണ്ട്. എന്നാൽ ആ രീതി ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഹോട്ടലുകളിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പഴയ രീതികൾ അവർ തുടർന്നു വരുന്നു. ബിരിയാണി പ്രത്യേക വിഭവമാണ്. വരുന്നവരും ഒമാനികളും കഴിക്കാറുണ്ട്. എന്നാൽ പ്രത്യേക താല്പര്യം മലബാറി ബിരിയാണി മാത്രമാണ്. അപ്പോൾ ഒമാനിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ ലേഖനം അപൂർണമായി ഇത് വികസിപ്പിക്കുവാൻ സഹായിക്കും എന്നതാണ്. അപ്പോൾ വലിയൊരു സാദൃശ്യമുണ്ട് ഒമാനും മലയാളിയുമായിട്ട്. അപ്പോൾ ഒമാൻ എന്ന് പറയുന്ന ഈ ഒരു നഗരം നമുക്ക് ഒട്ടും കേരളത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നഗരമായി മാറുകയും ചെയ്യും. ഇത്രയാണ് എനിക്ക് ഒമാനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം. അപ്പം ഒരു ഡോക്യുമെന്ററി ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ഡോക്യുമെന്ററി ഒമാനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു വിചിത്രമായി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്കൊരു യാത്ര പോവാം. യാത്രകൾ അറിവുകൾ തരുന്നവയാണ്. ആകസ്മികമായ അനുഭവങ്ങളാൽ ഓർമ്മയുടെ ബാണ്ഡം നിറക്കുന്നവയാണ്. ഈ യാത്ര നാളികേരത്തിന്റെ നാട്ടിൽ നിന്നും മണലാരണ്യത്തിലെ മരുപ്പച്ച പോലൊരു നാട്ടിലേക്കാവാം. ചരിത്രമുറങ്ങാത്ത അറബിക്കടലിന്റെ മുകളിലൂടെ അറബിക്കഥകളുടെ ഗന്ധമുള്ള യാത്രാ വഴികളിലൂടെ നമ്മുടെ വിമാനം പറക്കുന്നു. അതെ, ഈ യാത്ര ഒമാൻ എന്ന രാജ്യമനോഹാരിതയിലേക്കാണ്. ഹേ മാൻ, കം ഓൺ, ഷാൽ വി ഗോ ടു ഒമാൻ? തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു അറബ് രാജ്യമാണ് ഒമാൻ. സൗദി അറേബ്യ, യമൻ, ഐക്യ അറബ് എമിറേറ്റ്സുകൾ എന്നിവ അതിർത്തി പങ്കിടുന്ന ഒമാൻ മരുഭൂമികളും പർവ്വതനിരകളും തീരപ്രദേശങ്ങളും മരുപ്പച്ചകളും ചേർന്ന് വരച്ച ഒരു മനോഹരമായ തൂവാല പോലെ ഹൃദ്യമാണ്. പുരാതനമായ രാജകൊട്ടാരങ്ങൾ, ആധുനികമായ ഭവന സമുച്ചയങ്ങൾ, കലാപരമായ നഗരനിർമ്മിതി, പ്രകൃതിയുടെ ചാരുത കവരാൻ വഴിയൊരുക്കുന്ന
വഴിത്താരകൾ. അങ്ങനെ കണ്ണിന് വിരുന്നാണ് ഓരോ ഒമാൻ കാഴ്ചയും. വരൂ, പൗരാണിക നഗരത്തിലൂടെ, ഇടനാഴികളിലൂടെ, ജനത്തിരക്കിലൂടെ, ആൾക്കൂട്ടത്തിൽ തനിച്ചായി നമുക്കും നടക്കാം. കാഴ്ചകളെ മനസ്സുകളിൽ ഒപ്പിയെടുക്കാം. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒമാനിലെ ഏറ്റവും വലിയ നഗരമായ മസ്കറ്റിന്റെ രാത്രി ദർശന സൗന്ദര്യത്തിലൂടെയാണ്. വൃത്തിയും മനോഹാരിതയായും കലാപരവുമായ നിരത്തുകൾ, വളരെ മാന്യമായ ഡ്രൈവർമാരുടെ താളാത്മകമായ ഡ്രൈവിംഗ്, രാവിനെ നിഷ്പ്രഭമാക്കുന്ന വെളിച്ച വിധാനങ്ങൾ. അല്ലമീൻ മോസ്കിന് മുൻപിലൂടെയാണ് ഞങ്ങളുടെ വാഹനം ഇപ്പോൾ നീങ്ങുന്നത്. മെല്ലെ അമിറ്റി മലനിരകളിലേക്ക്. ഹെയർപിന്നുകൾ താണ്ടി വാഹനം കയറുമ്പോൾ മറ്റൊരു വെളിച്ച വിസ്മയത്തിലേക്കാണ് നാം ഉയരുന്നത്. നക്ഷത്ര നിബിഡമായ ആകാശം മണ്ണിലേക്ക് വീണിരിക്കുന്നുവോ? കുന്നിനു താഴെ മറ്റൊരു പാലാഴി. മസ്കറ്റ് നഗരത്തിന്റെ ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള രാത്രി ദർശനം അവാച്യമായ അനുഭൂതി കണ്ണിനും മനസ്സിനും നൽകുമെന്നത് ഉറപ്പാണ്. വലിയൊരു വജ്രമാല കെട്ടുപൊട്ടി വീണ് മുത്തുമണികൾ ചിതറിയതുപോലെ ചുറ്റും ശാന്തമായി ഉറങ്ങുന്ന മസ്കറ്റ് നഗരം. രാവിനെ ഉണർത്താതെ ശാന്തമായി ഒഴുകുന്ന കാറുകൾ, തഴുകിയെത്തുന്ന കാറ്റ്. മരുഭൂമിയിലെ ഈ വെളിച്ചത്തുരുത്തിനു മുന്നിൽ, അതിവിദഗ്ധമായി സൃഷ്ടിച്ച മനുഷ്യ പ്രയത്നത്തിനും ഭാവനയ്ക്കും മുന്നിൽ നമിച്ചു പോകുന്നു. അതെ, ഓരോ കാഴ്ചയും ഓരോ തിരിച്ചറിവുകളാണ്. ഏതൊരു നാടിന്റെയും പ്രത്യേകതയായി സഞ്ചാരികൾ ഓർത്തിരിക്കുക അവിടെയുള്ള പ്രകൃതിദത്തമായ പ്രത്യേകതകളായിരിക്കും. ആ വിധത്തിൽ മസ്കറ്റിന് അഹങ്കരിക്കാവുന്ന ഒന്ന് തന്നെയാണ് പ്രകൃതിദത്ത കുളങ്ങളിലൊന്നായ ബിമ്മ സിംഗ് ഹോൾ. നാം ഇപ്പോൾ മസ്കറ്റിൽ നിന്നും സൂർ ഹൈവേയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആരോ വരച്ച ഛായാചിത്രം കണക്ക് വഴിത്താരയും മലനിരകളും. ഒമാനിലെ സുൽത്താനേറ്റിലെ മസ്കറ്റ് ഗവർണറേറ്റിന്റെ വടക്കു കിഴക്കൻ തീരത്താണ് വിലായത് ഖുറായത്തിലെ ദബാവ് പ്രദേശത്തെ ബിമ്മ സിംഗ് ഹോൾ. സൂറിലേക്ക് പോകും വഴി ദബാബ് എന്ന സ്ഥലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിമ്മ സിംഗ് ഹോൾ എക്സിറ്റ് കിട്ടും. ബിമ്മ സിംഗ് ഹോൾ നിൽക്കുന്ന സ്ഥലത്തിനു ചുറ്റുമായി സഞ്ചാരികളുടെ വരവും കാത്ത് ഒരു പാർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സിംഗ് ഹോൾ എന്നൊരു സംശയം ഈ ജലാശയവും അതിന്റെ ആകൃതിയും ആഴവും ജലനീലിമയും കണ്ടപ്പോൾ നിങ്ങളിൽ മുളച്ചു കാണും അല്ലേ? നല്ലത്. ശാസ്ത്രീയമായി പറയുന്നത് താഴെയുള്ള ചുണ്ണാമ്പ് കല്ല്, കാർബണേറ്റ് പാറകളെ, ലൈംസ്റ്റോൺ പാളികളെ ഭൂഗർഭജലം പതിയെ പതിയെ നശിപ്പിക്കുന്നതിന്റെ ഫലമായി മേൽപ്രതലം തകർന്നു താഴ്ന്നുണ്ടായതാണ് സിംഗ് ഹോൾ എന്നാണ്. ഏതാണ്ട് 25 മീറ്ററോളം താഴ്ചയുള്ള ഗർത്തത്തിലേക്ക് ഇറങ്ങാൻ ചവിട്ടുപടികളുണ്ട്. കടലിൽ നിന്നും വെറും 1/2 കിലോമീറ്ററോളം മാത്രമാണ് ഇതിലേക്കുള്ള ദൂരം എന്ന് ആകാശത്തു നിന്നുള്ള കാഴ്ച വ്യക്തമാക്കുന്നു. എന്നാൽ തദ്ദേശവാസികളുടെ വിശ്വാസം മറ്റൊന്നാണ്. ഉൽക്കാശില വന്നു പതിച്ചാണ് ഇത് സംഭവിച്ചതെന്ന് പൂർവീകമായ വാമൊഴി വിശ്വാസം അവർ ഹൃദയത്തിൽ പേറുന്നു. ഹവായിനത് നജം എന്ന അറബി പദത്തിന്റെ അർത്ഥം താഴേക്കു പതിച്ച നക്ഷത്രം എന്നാണ്. അതുകൊണ്ട് തന്നെ ബിമ്മ സിംഗ് ഹോളിന് ചുറ്റുമുള്ള പാർക്കിന് ഹവായിനത് നജം പാർക്ക് എന്നാണ് നാമധേയം. 200 മീറ്ററോളം ശുദ്ധജലം നിറഞ്ഞ സിംഗ് ഹോളാണിത്. തദ്ദേശീയരായ ചെറുപ്പക്കാർ സാഹസികമായി സിംഗ് ഹോളിലെ ജലപ്പരപ്പിലേക്ക് ചാടി മുങ്ങാങ്കുഴിയിടും. ആകാശത്ത് നിന്ന് അടർന്നു വീണ താരകം എന്ന വിശ്വാസത്തിന്റെ കാറ്റേറ്റതുകൊണ്ട് പ്രകൃതിദത്തമായ ഒരു വിഷാദം അവിടമാകെ ചൂഴ്ന്നു നിൽക്കുന്നതായി നമുക്ക് തോന്നും. വീഴ്ചകളിൽ തളരുകയില്ല, തിരുത്തുകയും അതിൽ ഭംഗി കൊണ്ട് ഉയർക്കുകയാണ് വേണ്ടതെന്ന തത്വചിന്ത ഈ പ്രകൃതി നമ്മോട് പറയുകയില്ല. ഒന്ന് കാതോർത്ത് കണ്ണടച്ചു നിൽക്കുക. ഒമാന്റെ ആകർഷകമായ തലസ്ഥാനം മസ്കറ്റ്.
മിഡിൽ ഈസ്റ്റിന്റെ മധ്യകാല പൈതൃകത്തിൽ കുതിച്ചുയർന്ന നഗരം. ഇതാരെയും മോഹിപ്പിക്കുന്ന മോഹന നഗരം. ഇത് മത്ര കോർണിഷ്. വരൂ, നമുക്ക് നഗരപാതയിലൂടെ ഒന്ന് നടക്കാം. ഒരു വശത്ത് പിടയ്ക്കുന്ന നീലക്കടൽ, മറുവശത്ത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനിർമ്മിതികൾ. എത്ര വൃത്തിയാർന്നതും കലാപരവുമാണ് ഈ കടലോര വഴി എന്ന് നോക്കൂ. പാർക്കിലെ സിമന്റ് ബെഞ്ചിനും വിളക്ക് കാലിന് പോലും കവിതാമയമായ ചാരുത. ആപ്റ്റ് വേർഡ് ഇൻ ആപ്റ്റ് പ്ലേസ് എന്ന കവിതയെക്കുറിച്ച് പറയും പോലെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഓരോ കൽത്തൂണ് പോലും ആപ്റ്റ് പ്ലേസിൽ. നീലസാഗരത്തിൽ നീന്താം, രസത്തിന് മത്സ്യവും പിടിക്കാം. അങ്ങിത്തിരി ദൂരെ മത്ര ഹാർബർ. വലിയ കപ്പലുകൾ, ആഡംബര കപ്പലുകൾ, മസ്കറ്റിലേക്കുള്ള ക്രൂയിസ് എന്നിവ കാണാം. നീലത്തിരകളിൽ ചിതറിക്കിടക്കുകയാണ് യാനപാത്രങ്ങൾ. അർദ്ധവൃത്താകൃതിയിൽ കടൽ കയറി കിടന്നുണ്ടായ പാത്രസമാനമായ തീരത്ത് അറബ് വിപണിയായ മത്രാസൂക്ക് വിശദമായി തന്നെ നമ്മൾ കാണും. ഉയർന്ന ഭാഗത്ത് അൽ ആലം കൊട്ടാരം പൗരാണികമായ തലയെടുപ്പുമായി നിൽക്കുന്നു. കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ മത്ര ടൗണിന്റെ പൂർണ്ണത ദൃശ്യമാണ്. നോക്കൂ, 16-ാം നൂറ്റാണ്ടിലെ മണൽ നിറമുള്ള പോർച്ചുഗീസ് കോട്ടയും കാണാം. അധിനിവേശത്തിന്റെ ഓർമ്മകൾ അവിടെ തളം കെട്ടിയിരിക്കും പോലെ. വീണ്ടും മിഴികൾ കടലിലേക്ക്. സാഗരം എത്ര കണ്ടാലും മതിവരില്ല. നോക്കൂ, ഒമാനിലെ സുൽത്താൻ ഖാബൂസിന്റെ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വള്ളമായ അൽ സെയ്ദ് മത്ര ഹാർബറിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഗ്രാൻഡ് അൽ സയ്ദ് മുതൽ പരമ്പരാഗത തടിക്കപ്പലായ സിനാദ് അൽ ബിഹാർ വരെയുള്ള സുൽത്താന്റെ വ്യക്തിഗത കപ്പലുകൾ ഈ ഹാർബറിനെ അലങ്കരിക്കുന്നു. ഒമാൻ റോയൽ ഓഫ് സ്ക്വാഡ്രൺ, റോമൻ നേവി ഓഫ് ഒമാനിൽ നിന്നും ഒമാനിലെ റോയൽ ഗാർഡിൽ നിന്നും സ്ക്വാഡ്രൺ പൂർണ്ണമായും സ്വതന്ത്രമാണ്. ഇത് ഭരിക്കുന്നത് റോയൽ കോർട്ട് അഫയേഴ്സിന്റെ ദിവാനാണ്. 150 ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. വരൂ, നിറം വാരി വിതറുന്ന കാഴ്ചകളിൽ മനം തണുപ്പിക്കാം. കവിത പോലെ മനോഹരമായ ദൃശ്യചാരുതയിൽ മനസ്സു കൊടുക്കാം. അതെ, മിഴികൾ രണ്ടു പോരാ ഈ കാഴ്ചകൾ അത്രയും കാണാൻ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മത്രാസൂക്കിലേക്കാണ്. കച്ചവട കേന്ദ്രം എന്നാണ് അറബി വാക്കായ സൂക്കിനുള്ളത്. അൽ ദലം സൂഖ് എന്നാണ് മത്രാസൂക്കിന്റെ പ്രാദേശിക പേര്. അൽ ദലം എന്നാൽ അറബിയിൽ ഇരുട്ട് എന്നാണ് അർത്ഥം. സൂര്യപ്രകാശം പകൽ സമയത്ത് നുഴഞ്ഞു കയറാത്ത വിധം ഇടുങ്ങിയ പാതകളും തിരക്കേറിയ സ്റ്റാളുകളും മാർക്കറ്റ് ഓഫ് ഡാർക്ക്നെസ് എന്ന പേരിന് കാരണമായി. ഒമാനിലെ കഠിനമായ ചൂട് കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ മണ്ണും ഈന്തപ്പനയുടെ ഓലയും ഉപയോഗിച്ചാണ് മത്രാസൂക്ക് നിർമ്മിച്ചത്. പഴമയും പുതുമയും ഇഴചേർന്ന മത്രാസൂക്ക് ഇരുട്ടുള്ള കച്ചവട കേന്ദ്രമെന്ന് പ്രാദേശിക വിളിപ്പേരിലാണെങ്കിലും അലങ്കാര ദീപപ്രഭയാൽ രാപ്പകലറിയാത്ത വിധം കമനീയ വിസ്മയമാണ്. 200 വർഷങ്ങൾ പഴക്കമുള്ള ഒമാനിലെ ഏറ്റവും പുരാതന വിപണന കേന്ദ്രങ്ങളിലൊന്നാണ് മത്രാസൂക്ക്. പ്രകൃതിദത്ത തുറമുഖമായതിനാൽ ഇതുവഴി കടന്നുപോയിരുന്ന കപ്പലുകൾ വിശ്രമത്തിനും കച്ചവടത്തിനുമായി മത്രയിൽ നങ്കൂരമടിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ. മസ്കറ്റ് തുറമുഖത്തോട് ചേർന്നാണിത്. കപ്പലോട്ട കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള വഴിയിലെ തന്ത്രപ്രധാനമായ ഇടമായി മത്ര വളർന്നു. ഇന്ന് അൽ ഓവത്തിയ പള്ളി മുതൽ ഖത്തർ ബിംബ വരെ നീളുന്ന മാർക്കറ്റിൽ
സ്റ്റോറുകളും സ്റ്റാളുകളും തിരക്കിന്റെ ഉത്സവം സമ്മാനിക്കുന്നു. 1960-കളിൽ ജീവിതാവശ്യങ്ങൾ ഇന്നത്തേക്കാൾ ലളിതമായിരുന്നപ്പോൾ ഒമാനികൾക്ക് അവരുടെ ആവശ്യങ്ങൾ വാങ്ങാൻ കഴിയുന്ന പ്രധാന ഉറവിടമായിരുന്നു ഈ മാർക്കറ്റ്. ഒമാനികൾക്കും വിദേശികൾക്കും ആവശ്യമുള്ളതെല്ലാം മത്രാസൂക്കിൽ ലഭ്യമാക്കാൻ കച്ചവടക്കാർ അന്നും ഇന്നും മത്സരിക്കുന്നു. ഒമാനികളുടെ കീഴിലാണ് ഇവിടുത്തെ ഷോപ്പുകൾ. എങ്കിലും 75% മലയാളികൾ നടത്തുന്ന മലയാളികളുടെ കൂട്ടായ്മയുള്ള സൂക്ക്. ഇവിടെയും കിട്ടാത്ത പുരാതന സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, വിവിധ തരം പാതുകങ്ങൾ, വസ്ത്രങ്ങൾ, ഒമാനി കലങ്ങൾ, പെയിന്റിങ്ങുകൾ, ഹൂക്കുകൾ, തുകൽ സാധനങ്ങൾ, ധൂപവർഗങ്ങൾ, ഒമാനി വെള്ളിക്കല്ലുകൾ തുടങ്ങി എന്തും ഏതും ഇവിടെ കാണാം. ഇവിടെ നിന്ന് വാങ്ങാം. സുഗന്ധദ്രവ്യങ്ങൾ ആണ് ഇവിടുത്തെ പ്രധാനമായ ഒന്ന്. കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളും മനം മയക്കുന്ന സുഗന്ധങ്ങളും ഹൃദ്യമായി പുഞ്ചിരിയേകുന്ന കച്ചവടക്കാരും കരകൗശല പുരാതന കൗതുകങ്ങളും നിറഞ്ഞ മത്രാസൂക്ക് ഒരത്ഭുത ലോകമായി നമ്മെ ഭ്രമിപ്പിക്കുന്നു. പഴമയുടെ പൈതൃകം ഒട്ടും ചോർന്നു പോകാതെ തനിമ നിലനിർത്തിക്കൊണ്ട് ആധുനിക രീതിയിൽ മത്രാസൂക്കിനെ മോടി പിടിപ്പിക്കുന്നതിൽ മസ്കറ്റ് നഗരസഭ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. മാർക്കറ്റ് ഓഫ് ഡാർക്ക്നെസ് എന്ന പ്രാചീന പ്രാദേശിക നാമം ഇപ്പോഴതിന് ചേരില്ല, അല്ലേ? മാർക്കറ്റ് ഓഫ് പാരഡൈസ് എന്നേ തോന്നൂ. വരൂ, നമുക്കിനി സ്വർഗലോക വിസ്മയങ്ങളിലൂടെ ഊളിയിടാം. നാഗരികതയിൽ നിന്നും നഗരയാത്രകളുടെ യന്ത്രബഹളത്തിൽ നിന്നും കുറച്ചുനേരം നമുക്കകന്നു നിൽക്കാം. വരൂ, ഇത് ബന്ദർ കൈറാനയിലേക്കുള്ള പാത. മണൽക്കാടുകൾക്ക് മുകളിലൂടെ ഒരു ഗംഭീര യാത്ര. ബന്ദർ കൈറാനയിലെ വലിയ ആൾത്തിരക്കില്ലാത്ത ഒരു ബീച്ചിലേക്കാണ് നാം ഇപ്പോൾ നീങ്ങുന്നത്. ഇവിടെ വർണ്ണാഭമായ പവിഴപ്പുറ്റുകൾക്കും നീല ജലാശയത്തിനുമിടയിൽ വിശ്രമം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയമങ്ങളാവാം. ഒമാന്റെ തീരദേശ മനോഹാരിതയിൽ അന്യന് ഉപദ്രവകരമായ ഒന്നായി മാറാൻ ഒരു സഞ്ചാരിക്കും മനസ്സനുവദിക്കില്ല എന്നതാണ് സത്യം. തിരക്കുള്ള ജോലികൾക്കിടയിൽ ഒരു നല്ല വാരാന്ത്യ യാത്രയ്ക്ക് പറ്റിയ ഇടമാണ് ബന്ദർ കൈറാന. നോക്കൂ, സ്ക്യൂബ ഡൈവിംഗ് പോലുള്ള രസകരവും സാഹസികവുമായ ജലയാത്രയ്ക്ക് പോകുന്നതിനേക്കാൾ ആസ്വാദികരമായ മറ്റെന്തുണ്ട്? വരൂ, ഈ യാനപാത്രത്തിൽ നമുക്ക് ഈ ദ്വീപിനെ ചുറ്റി വരാം. കടൽ വന്നു ചേർന്ന് രൂപപ്പെട്ട കടലിടുക്കിൽ നിറയെ പവിഴപ്പുറ്റുകൾ. അവ തീർക്കുന്ന രൂപരഹിതവും പൗരാണിക കോട്ട പോലെ തോന്നിക്കുന്നതുമായ എടുപ്പുകൾ. കല്ലിൽ വന്നലച്ചു കലമ്പുന്ന കടൽ തിരകൾ. ജലത്തിനു മീതെ തെന്നിപ്പറക്കുന്ന ബോട്ടുകൾ. ഉല്ലാസ നൗകകളിൽ വിസ്മയം വാരി നിറച്ച് സഞ്ചാരികൾ. എങ്കിലോ വലിയ ജനത്തിരക്ക് ഇവിടെയില്ല. ശാന്തം. ജലനിരപ്പ് കണക്കാക്കിയാൽ ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് ബന്ദർ കൈറാന. സാഹസിക പ്രേമികൾക്ക് അനുയോജ്യവും മറക്കാനാവാത്തതുമായ മിഡിൽ ഈസ്റ്റിലെ ഉല്ലാസ കേന്ദ്രമാണിത്. അതിമനോഹര മണൽ തീരങ്ങൾ, ദൂരെ ആകർഷകമായ പർവ്വതനിരകൾ, ജലസമൃദ്ധമായ മലയിടുക്കുകൾ എന്നിങ്ങനെ ഭംഗി അതിന്റെ പ്രകൃതി ദൃശ്യത്തിൽ മാത്രമല്ല സാഹസികതയിലും ഉൾച്ചേരുന്നു എന്ന് ഈ ബീച്ചിലെ ജലസാഹസികത സാക്ഷ്യമാകും. ബന്ദർ കൈറാനയിലെ ഉൾക്കടൽ നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കുന്നു. അതെ, അനുഭവങ്ങളുടെ വേലിയേറ്റങ്ങളാൽ സമ്പന്നമാവട്ടെ ഓരോ യാത്രകളും. ഊഷര ജീവിതത്തിന്റെ വേലിയിറക്കങ്ങളെ മറികടക്കാൻ ഈ ഓർമ്മകൾ ധാരാളം. ജലസാഹസികത ഇഷ്ടമായോ? എങ്കിൽ വരൂ, ഇനി മണൽക്കുന്നിലെ സാഹസികത പരിചയപ്പെടാം. തലസ്ഥാന നഗരത്തിൽ നിന്നും 2 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടുത്തെ
ക്യാമ്പിംഗ് ഹോട്ട്സ്പോട്ടായി അറിയപ്പെടുന്ന ആഷ്രാഖിയ മേഖലയിലെത്തുകയായി. ഇവിടേക്കുള്ള യാത്രയും ദൃശ്യവിസ്മയം നിറഞ്ഞതാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ മേഖലയിലെ മണലിന്റെ നിറത്തിന് തീവ്രത കൂടുതലാണ്. ഇത് മരുഭൂമിയെ കൂടുതൽ അറിയുന്നതിന് സഹായമാകും. മുൻ നാമമായ വഹിബ സാൻഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. ബാനി വഹിബ കമ്മ്യൂണിറ്റിയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഈ ഇതിഹാസ മരുഭൂമി സാഹസികതയുടെ സാധ്യത നിറഞ്ഞതാണ്. ഇവിടുത്തെ മണലിലൂടെ കാറോടിക്കുക എന്ന വിനോദം വലിയൊരു അനുഭവമാണ്. സിനിമകളിലൂടെ നാം കണ്ട ആ യാത്രയ്ക്കിതാ നമ്മൾ തയ്യാറാകുന്നു. വരൂ. അഷ്റഖിയയിലെ ഒരു പട്ടണമായ ബിദിയ എന്ന ഇവിടം മണൽക്കാടുകൾക്ക് പേരുകേട്ടതാണ്. കാർ റേസിംഗിനും ക്യാമ്പിങ്ങിനും മികച്ച സ്ഥലമാണിത്. വിശാലമായ മരുഭൂമിയിൽ കാർ ഓടിക്കുമ്പോൾ നമ്മൾ കുട്ടികളായി മാറുന്നു. നമ്മുടെ കുട്ടിത്തം ഈ മണൽക്കൂനയിൽ തിരികെ കിട്ടുന്നു. മണ്ണപ്പം വെച്ച് കളിച്ച, ചക്രവണ്ടി ഓടിച്ചു കളിച്ച ആ പഴയ മനസ്സുള്ള കുട്ടികൾ. ഇപ്പോൾ നാം നീങ്ങുന്നത് മസ്കറ്റിലെ പ്രമുഖമായ അൽ ഷിഫ ബീച്ചിലേക്കാണ്. ഈ നിരത്തുകൾ നോക്കൂ, എത്ര വിശാലം, എത്ര ശാന്തം. രിതരഹിതമായ മണൽക്കുന്നുകൾക്ക് ഏതോ പ്രാചീന കോട്ടകൊത്തളത്തിന്റെ ദൃശ്യചാരുത. ഈ വഴിത്താരയിലെ യാത്രയിൽ മനസ്സ് ധ്യാന നിമഗ്നമാകുന്നു. ശാന്തം. പതിയെ നാം സാഗരത്തോടടുക്കുകയാണ്. ശാന്തതയാണ് ഈ ബീച്ചിന്റെയും മുഖമുദ്ര. മനസ്സിനെ തഴുകുന്ന സ്നേഹം പോലെ ഇവിടെ ചൂടാർന്ന കരയെ തലോടി ഉറക്കും പോലെ കടൽ. നഗരത്തിന്റെ ജോലിത്തിരക്കുകളുടെ അസ്വസ്ഥതകളുടെ ഇടയിൽ, ആശങ്കകളിൽ ഒരിട ദിവസം സ്വയം ആശ്വസിക്കാൻ, സ്വയം തിരിച്ചറിയാൻ പ്രകൃതി സമ്മാനിക്കുന്ന ഈ കനിവിടം തേടി നിരവധി സഞ്ചാരികളുണ്ട് നമുക്കൊപ്പം. വരൂ, നമുക്കും ഈ കടൽക്കാറ്റേറ്റ് മനം തണുപ്പിക്കാം. വിശാലമായ ഇടങ്ങളിലേക്ക് കൺപായിക്കുമ്പോൾ മനസ്സ് ശാന്തമാവുക തന്നെ ചെയ്യും. വെണ്ണക്കല്ലിൽ നിലാവ് വീണതുപോലെ കറുത്ത ക്യാൻവാസിന്റെ പശ്ചാത്തലത്തിൽ ആരോ വരച്ചിട്ട് നീലയും മഞ്ഞയും നിറമാർന്ന അപൂർവ ചിത്രണം പോലെ മനുഷ്യകരങ്ങളുടെ കലാപരതയുടെയും ആത്മീയ സമർപ്പണത്തിന്റെയും ഔന്നത്യം വിളിച്ചോതുന്ന ഒരു മസ്ജിദിലാണ് നാം ഇപ്പോൾ. മുഹമ്മദ് അൽ അമീൻ മോസ്ക്. ഒമാനിൽ സമുദ്രനിരപ്പിൽ നിന്ന് 62.5 മീറ്റർ ഉയരത്തിൽ സദേൺ എക്സ്പ്രസ് ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന മാർബിളിൽ പൊതിഞ്ഞ നയനമനോഹര വിസ്മയം അൽ അമീൻ മോസ്ക്. വരൂ, നമുക്ക് പ്രകാശിത സ്വർണ്ണ മൊസൈക്ക് പൊതിഞ്ഞ താഴികക്കുടങ്ങളുടെ രാത്രി സൗന്ദര്യം നുകരാം. മിനാരങ്ങൾ കവിത പോലെ മനോഹരം. ആകാശത്തിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെപ്പോലെ ഈ മസ്ജിദ്. നിറങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച മനസ്സിൽ നിർവചിക്കാനാവാത്ത അനുഭൂതി വരച്ചിടുന്നില്ലേ? നമുക്ക് പതിയെ നടക്കാം. അതിവിശുദ്ധമായ ദേവാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് നഗ്നപാതരായി വേണം നടന്നു കയറാൻ. കാരണം നാം നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്. ഇത് പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്കുള്ള മഹത്തായ പ്രവേശന കവാടം. മധ്യഭാഗത്ത് 10 മീറ്റർ ഉയരമുള്ള
മരം കൊണ്ടുള്ള വാതിൽ ഏതോ പൗരാണികതയെ ഓർമ്മിപ്പിക്കും. വാതിൽ കടന്നു ചെല്ലുന്നത് വിശാലമായ അകത്തളത്തിലേക്കാണ്. ഇതാണ് പ്രധാന പ്രാർത്ഥനാ ഹാൾ. 1616 ചതുരശ്ര മീറ്ററാണ് പരപ്പളവ്. 2600 ആൾക്കാരെ ഉൾക്കൊള്ളുന്ന വ്യാപ്തി. നോക്കൂ, എത്ര പ്രാർത്ഥനാമയമാണിവിടം. മനസ്സ് പതിയെ ഏകാഗ്രമാകുന്നു. മനസ്സിൽ ഉടയവന്റെ സ്മരണ കടന്നു വരുന്നു. മുകൾ തട്ടിൽ മരപ്പണികൾ, വലിയ തൂക്കുവിളക്കുകൾ പൊഴിക്കുന്ന വെളിച്ച ഭംഗി, ചുവരിലെ ലളിതസുന്ദരമായ കൊത്തുപണികൾ. അതെ, ഇതിനുള്ളിൽ ഗർഭപാത്രത്തിന്റെ സുരക്ഷിതത്വം നാം അറിയുന്നു. മനസ്സ് പ്രാർത്ഥനാ നിർഭരമാകുന്നു. 2008 അലമീൻ മോസ്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇറാൻ, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഇന്ത്യ, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡിസൈനർമാർ, മെറ്റീരിയലുകൾ, സാങ്കേതിക വിദ്യകൾ, കലാകാരന്മാർ, വിതരണക്കാർ എന്നിങ്ങനെ അനേകായിരങ്ങളെ ഒന്നിച്ചു ചേർത്താണ് ഈ ദേവാലയം പൂർത്തീകരിച്ചത്. 20,300 ചതുരശ്ര മീറ്ററാണ് മോസ്കിന്റെ ആകെ വിസ്തീർണം. ദേവാലയ വിസ്തൃതി പോലെ വിശ്വാസികളുടെ മനസ്സും വിശാലമാവട്ടെ. ദേവാലയ മനോഹാരിത പോലെ മനസ്സും. ഇത് സൂറിലെ പ്രശസ്തമായ ബീച്ചാണ്. കോർണിഷ് എന്ന് ഇതറിയപ്പെടുന്നു. ഇതൊരു തുറമുഖ നഗരമാണെന്ന് പറഞ്ഞുവല്ലോ. ദൂരെ കുന്നുകൾക്ക് മുകളിൽ കാണുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള കാവൽപുരകൾ പുരാതനമായ അവശേഷിപ്പുകളാണ്. ഈ തുറമുഖത്തിന്റെ പഴമ വ്യക്തമാക്കാൻ അത് മതി. ഇവിടുത്തെ ഒമാനികളുടെ ഏറ്റവും വലിയ ജീവിത മാർഗം എന്നത് മത്സ്യബന്ധനമാണ്. സൂറിന്റെ ഒരു വശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3-4 ബോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നശിക്കപ്പെട്ടതിനാൽ ഉപേക്ഷിക്കപ്പെട്ടതാണെന്നുള്ള അറിവ് കിട്ടി. അതിലൊരു വെള്ള ബോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അതൊരു ഇന്ത്യൻ ബോട്ടാണ്. മത്സ്യബന്ധനത്തിന് വന്ന് 16 ആൾക്കാർ മരണപ്പെട്ട ബോട്ടാണത്രേ അത്. ഏതോ വിഷാദം തളം കെട്ടി നിൽക്കുന്നു അവിടെ. അന്നം തേടി കരവിട്ടുപോയവർ മറ്റൊരു കരയിൽ പ്രാണൻ വെടിഞ്ഞിരിക്കുന്നു. കടലിന്റെ ഉപ്പ് കണ്ണീരിന്റെ ഉപ്പ് കൂടിയാവുന്നത് ഇങ്ങനെയാവാം. അതിനപ്പുറം കാണുന്നതാണ് ബോട്ട് നിർമ്മിക്കുന്ന ഇടം. ബേപ്പൂർ, മലപ്പുറം എന്നിവിടങ്ങളിലെ ആളുകളാണ് ഇവിടെ ഇത്തരം ബോട്ട് നിർമ്മാണത്തിൽ ഏറെയുള്ളത്. ബേപ്പൂരിലെ ഒരു ലോക പ്രശസ്തമാണല്ലോ എന്ന ഓർമ്മ ഉള്ളിൽ അഭിമാനം ഉണർത്തുന്നില്ലേ? സോഹാറിലെ കമാനം കടന്ന് നമുക്കിനി നേരത്തെ കണ്ട കാവൽപുരയിലേക്ക് നീങ്ങാം. വരൂ, ഒറ്റപ്പച്ചിലയും കാണാത്ത മരുക്കുന്നിലേക്ക് നടക്കാം. മുകളിലേക്ക് കൽപ്പടവുകളുണ്ട്. സോഹാറിന്റെ വിശാലമായ മനോഹാരിത കാണാൻ ഈ കാവൽപുരയുടെ നെറുകയിൽ കയറുക തന്നെ വേണം. കടലിനോട് മുത്തമിട്ട് പവിഴപ്പുറ്റുകൾ ചേർത്ത് വച്ചതുപോലെ വെളുത്ത നഗരം, നീലസാഗരം. ദൂരെ നാം നേരത്തെ നിന്ന പാലം കാണാം. ഇറ്റാലിയൻ ശൈലിയിൽ നിർമ്മിച്ച പാലം. മുമ്പ് ഈ 2 കരകൾക്കിടയിൽ ബോട്ടുകളാണ് യാത്രയ്ക്കുണ്ടായിരുന്നത്. ക്ലേശകരമാണ് ഇത്തരം കോട്ടേജിന് മുകളിലേക്കുള്ള കയറ്റം. ബുദ്ധിമുട്ടുകൾക്കപ്പുറം ഒരു സമ്മാനമുണ്ടാകും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. കാവൽപുരയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച മറക്കാനാവില്ല. എത്ര ദൂരെ നിന്ന് പോലും വരുന്ന ശത്രുവിന്റെ പത്തേമാരികൾക്ക് കാവൽക്കാരന്റെ കണ്ണു വെട്ടിക്കാൻ ആവില്ല. ഈ നിർമ്മിതിയുടെ സൗന്ദര്യവും ഉപയോഗവും അവർണ്ണനീയം. പഴയ കാലത്ത്, ഇന്നത്തെ പോലെ സാങ്കേതിക മികവുകൾ ഇല്ലായിരുന്ന കാലത്ത്, ഇങ്ങനെ കുന്നിൻ മുകളിൽ കാവൽ മാടങ്ങൾ ഒരുക്കിയ മനുഷ്യന്റെ വിദഗ്ധ കരങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ഇനി യാത്ര വാദി തിവി എന്ന അപൂർവത നിറഞ്ഞ ബീച്ചിലേക്ക്. പച്ചപ്പ് വറ്റിപ്പോയ മരുവഴിയിലൂടെയാണ് യാത്ര. ആകാശം മേഘാവൃതമാണിന്ന്. കുന്നുകൾക്ക് മുകളിൽ വൈദ്യുതിയുടെ ടവറുകൾ. വഴിയാത്ര വാഹന തിരക്കുള്ളതല്ല. വഴിയോട് ചേർന്ന് ഇത്തിരി പച്ചപ്പുല്ലുകൾ പ്രതീക്ഷയോടെ തലയുയർത്തുന്നത് കാണാം.
ഇത് വാദി തിവി. ഓരോ തിരയിലും മനോഹരമായ വെള്ളാരം കല്ലുകൾ തീരത്തടയുന്ന ഒമാനിലെ അപൂർവ കടൽ തീരം പെബിൾസ് ബീച്ച് എന്നിതറിയപ്പെടുന്നു. തീരം തൊടുന്ന ഓരോ തിരയിലും തിളക്കമുള്ള വെള്ളാരം കല്ലുകൾ, പ്രധാനമായും വെള്ളക്കല്ലുകളാണ് പാറ. രൂപങ്ങളിൽ മിനിസത്തിൽ കിലോമീറ്ററുകളോളം വെള്ളാരം കല്ലുകളാണ് ബീച്ചിന്റെ അഴക്. അതെ, ഇത് പാലാഴി തീരം തന്നെ. ഇവിടെ നിന്നും വെള്ളാരം കല്ലുകൾ വാരിക്കടത്തുന്നത് നിയമം നിരോധിച്ചിട്ടുണ്ട്. തെളിഞ്ഞ വെള്ളത്തിൽ ചൂണ്ടയെറിഞ്ഞു പിടിക്കാൻ കഴിയുന്ന വിധം മത്സ്യക്കൂട്ടങ്ങൾ എത്തുന്ന മത്സ്യബാൻഹന ഗ്രാമം കൂടിയാണ് തിവി. വിജനതയുടെ വന്യവശ്യ സൗന്ദര്യം, സംഗീതം അറിയണമെങ്കിൽ ഈ തീരത്ത് നിശബ്ദനായിരുന്നാൽ മതി. അശാന്തമായ കടലിന്റെ കലമ്പലിൽ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത് നാം അറിയും. ഓപ്പോസിറ്റ് റിയാക്ഷൻ പോലെ. സഞ്ചാരികളുടെ സ്വർഗം എന്ന വിശേഷണമുള്ള വാദി അൽ ശബാബിലേക്കാണ്. മസ്കറ്റിൽ നിന്നും 165 കിലോമീറ്റർ അകലെ കടലിനോട് ചേർന്ന് മരുഭൂമിക്ക് അതിരിടുന്ന 2 കൂറ്റൻ മലകൾക്കിടയിലാണ് വാദി അൽ ഷാബ്. ഏതു സമയത്തും വെള്ളമുള്ളതാണ് വാദി ഷാബ്. ജലസാഹസികതകൾക്കുമായി ഈ മലയിടുക്കിൽ നിരവധി പേർ എത്തുന്നു. മണൽപ്പരപ്പിലും ഈ വിധമാണ് ജീവിതങ്ങൾ തളിരിടുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മസ്ജിദ് കാണുകയെന്നത് പുണ്യമല്ലേ? എങ്കിൽ പോകാം നമുക്ക് മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിലേക്ക്. വരൂ, മനോഹരമായ പൗരാണികത നിറഞ്ഞ ഈ മഹത്തായ കമാനങ്ങൾ കടന്നു നാം ചെല്ലുന്നത് വിശാലമായ പള്ളി പരിസരത്തേക്കാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 25 മസ്ജിദുകളിൽ ഒന്നായി ഇടം പിടിച്ചത് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക് എന്നത് നാം നിൽക്കുന്ന ഇടത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നു. ഒമാനി പാരമ്പര്യ ശില്പികളും ആധുനിക സാങ്കേതിക മികവും ഇഴചേർന്ന ഈ വിശുദ്ധമായ ആലയത്തിന്റെ നിർമ്മിതിക്ക് 6 വർഷങ്ങൾ വേണ്ടി വന്നു. ഇതിന്റെ രൂപകൽപ്പന, ഇന്റീരിയർ, വാസ്തുവിദ്യ എന്നിവ ആശ്ചര്യകരമാണ്. വരൂ, ഈ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥനാഭരിതമായ മനസ്സോടുകൂടി വേണം പ്രവേശിക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ചാൻസലിയർ പുരുഷന്മാരുടെ പ്രാർത്ഥനാ ഹാളിന്റെ മധ്യഭാഗത്ത് കാണാം. പൊതുജനങ്ങൾക്കായി തുറന്ന സമയം ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ പീസ് പരവതാനി ഈ മസ്ജിദിലായിരുന്നു. ഇന്ന് 2ാം സ്ഥാനമാണ്. പ്രാർത്ഥനാ ഹാളിന്റെ 4324 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഇന്റീരിയറിന്റെ രൂപകൽപ്പന സവിശേഷമാണ്. 1700 ദശലക്ഷം കെട്ടുകൾ, 21,000 കിലോഗ്രാം ഭാരം. 4 വർഷമെടുത്തു കലാകാരന്മാർക്ക് ഇതിന്റെ പണി പൂർത്തിയാക്കാൻ. ഗ്രാൻഡ് മോസ്കിലെ മനോഹരവും വർണ്ണാഭവുമായ മൊസൈക് പാറ്റേണുകൾ അതീവ മനോഹരമാണ്. 2 കണ്ണുകൾ മാത്രം പോരാതെ വരുന്നു ഈ കാഴ്ചകൾക്ക്. ഏവർക്കും സ്വാഗതം എന്നതാണ് ഈ മോസ്കിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. ഏതു മതസ്ഥൻ എന്ന ചോദ്യമോ നോട്ടമോ തിരിവോ ഇവിടെയില്ല. യഥാർത്ഥ ആത്മീയത എന്നത് ഇതുതന്നെയല്ലേ? സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന് ചുറ്റുമുള്ള മനോഹരമായ പൂന്തോട്ടങ്ങൾ, നീളൻ നടപ്പാതകൾ, വിളക്കുകൾ എന്നിവ ദേവാലയത്തിന് കൂടുതൽ മനോഹാരിതയും ശാന്തതയും നൽകുന്നതാണ്. ദേവാലയത്ത് പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഹരിത വിശുദ്ധി ഈ പ്രദേശത്തെ ഏതിടവും ആത്മീയത സ്ഫുരിക്കുന്നതാണ്. വരൂ, നമുക്ക് ഈ വിശുദ്ധിയിൽ ഇത്തിരി നേരം മുഴുകാം. ഒമാനിലെ 2ാമത്തെ ഏറ്റവും വലിയ പട്ടണവും പരമ്പരാഗത ശക്തിദുർഗവും സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മസ്ഥലവുമായ സലാല. സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും ഇഷ്ടങ്ങളെ
ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഭൂമിക. കണ്ണിനെയും മനസ്സിനെയും സംതൃപ്തമാക്കുന്ന പ്രകൃതി രമണീയതയും പരമ്പരാഗത സാംസ്കാരിക സമ്പന്നതയും നിറഞ്ഞ സ്വർഗീയ ഇടം സലാല. അതുകൊണ്ടുതന്നെ ഈ യാത്ര ആത്മീയതയുടെ ആകാശങ്ങൾ തേടിയും പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യാനുഭൂതികൾ അറിഞ്ഞുള്ളതുമാണ്. അറിവും കൗതുകവും ചരിത്രബോധവും ആത്മീയാനുഭൂതിയും അന്വേഷണത്വരയും നിറഞ്ഞ യാത്ര. ചരിത്ര സത്യങ്ങളിലൂടെ വർത്തമാന യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള സഞ്ചാരം. ഈ അയനത്തിൽ പ്രിയമിത്രമേ, നിങ്ങളും ഒപ്പം ഉണ്ടാകണം. നമുക്ക് കഥകൾ പറഞ്ഞ് വിസ്മയങ്ങൾ പങ്കിട്ട് അന്നവും അറിവും പങ്കിട്ട് ഒന്നിച്ചു മുന്നേറാം. ആദ്യമായി സലാലയിൽ വന്നിറങ്ങുന്നവർ സ്വപ്നലോകത്തെത്തിയതുപോലെ അന്തം വിട്ടു നിൽക്കും എന്നതിൽ സംശയമില്ല. മലയാളികളാണെങ്കിൽ വിമാനം പുറപ്പെട്ടിട്ടില്ലേ എന്ന സ്ഥലജല വിഭ്രാന്തി വന്നേക്കാം. മുന്നിൽ കണ്ണെത്താ ദൂരത്തോളം പുൽമേടുകൾ, കുന്നിൻ ചെരുവുകളിൽ മേഞ്ഞു നടക്കുന്ന കാലിക്കൂട്ടങ്ങൾ, നിറഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, വാഴത്തോട്ടങ്ങൾ, അരുവികൾ. അതെ, കേരളം പോലൊരു നാട്, അതും മരുഭൂമിയുടെ നടുവിൽ ഒരു മരുപ്പച്ച. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് സലാല. ഒമാൻ പ്രവിശ്യയായ ദോഫാറിന്റെ സിരാകേന്ദ്രവും ആസ്ഥാനവുമാണ് സലാല. അറേബ്യൻ മണലാരണ്യത്തോട് ചേർന്ന് ഒമാന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന സലാല ഒരു സമതല പ്രദേശമാണ്. അതിനു ചുറ്റുമായി നിരനിരയായി മാമലകൾ. ഒമാനിലെ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദേശമാണ് സലാല എന്ന് നാം മുമ്പേ പറഞ്ഞല്ലോ. ഭരണ തലസ്ഥാനം മസ്കറ്റിലേക്ക് മാറിയപ്പോൾ രാജ്യത്തെ നഗരങ്ങളുടെ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തായി സലാല. അതേസമയം ഗ്രാമപ്രകൃതി ഭംഗിയിൽ ഗൾഫ് മേഖലയിലെ ഏറ്റവും വ്യത്യസ്തമായ ഇടമെന്ന പേരിന് സലാല അർഹയായി. എന്തൊക്കെയാണ് ഈ കൊച്ചു പട്ടണം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ? വരൂ, നമുക്കൊന്ന് ആസ്വദിക്കാം ഓരോന്നോരോന്ന്. സുൽത്താൻ ഖാബൂസ് പള്ളി സലാലയിലെ ഏറ്റവും വലിയ ആരാധനാലയമാണ്. ആകാശവിതാനങ്ങളിലേക്ക് കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന മിനാരങ്ങൾ. സ്നേഹിത, ഇത് അതിവിശുദ്ധമായ ഇടം, ശാന്തമായ ഇടം. മാതാവിന്റെ ഗർഭപാത്രം പോലെ സുരക്ഷിതത്വം ഇതിനുള്ളിൽ കയറുമ്പോൾ മനസ്സിനുണ്ടാകുന്നു. അതെ, ആരാധനാലയങ്ങൾ ഒക്കെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രാർത്ഥനാ സന്നിധി തന്നെയാവണം എന്നും വെടിയാതെയാണ് നിർമ്മാണം. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ചരിത്രവും വിശേഷവും പങ്കിടാൻ കേടുകളുണ്ട്. അവർ ആരാധനയെക്കുറിച്ചും അലങ്കാരങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് നൽകും. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവവിശ്വാസി ആരെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അതിനുള്ള തെളിവുകളുണ്ട്. ആ ഉത്തരമാണ് അയൂബ് നബി. അയൂബ് നബിയുടെ ഖബർസ്ഥാനം എന്നറിയപ്പെടുന്ന ജബലാറ്റിൻ സലാലയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ്. നോക്കൂ, മനോഹരമായ പൂന്തോട്ടങ്ങൾക്കിടയിൽ കാടുകളാൽ ചുറ്റപ്പെട്ട ഒമാനിലെ മനോഹരമായ പ്രദേശമാണിത്. ഇവിടുത്തെ ഖബറിന്റെ നീളം കണ്ട സഞ്ചാരികൾ വിസ്മയിക്കാതിരിക്കില്ല. ഏകദേശം 6 മീറ്റർ നീളം. വിശ്വസിക്കാൻ വിഷമം തോന്നും വിധം അത്രമേൽ നീളമേറിയ ഖബർസ്ഥാനം കാണുമ്പോൾ അയൂബ് നബിയുടെ ഉയരത്തെക്കുറിച്ച് സഞ്ചാരികൾ വിസ്മയം കൊള്ളുമെന്നതിൽ തർക്കമില്ല. പാറയുടെ മുകളിൽ മറ്റൊരു പാറമേൽ അയൂബ് നബിയുടെ പാദമുദ്രയും നിങ്ങൾക്ക് കാണാം. ഇതുമായി ചേർന്ന് ഒരു നാടൻ പഴമൊഴി കഥ അവിടുത്തുകാർ പറഞ്ഞു തരും. അയൂബ് നബിയോട് ദൈവം നിലത്ത് കാലമർത്താൻ ആവശ്യപ്പെടുകയും ജീവൻ സുഖപ്പെടുത്തുന്ന വെള്ളത്തിൽ പാറമേൽ ഒരു ചെറിയ ദ്വാരം തുറക്കപ്പെടുകയും ചെയ്തത്രേ. അസുഖം ബാധിച്ച ഉടൻ തന്നെ കാൽ വെള്ളത്തിൽ മുക്കിയാൽ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് ഐതിഹ്യം. രോഗസൗഖ്യദായകമായ നീർപ്രവാഹം ഒഴുകി വന്ന ധോരം ഇപ്പോൾ വരണ്ടതായി കാണപ്പെട്ടത് ഞങ്ങളെ നിരാശരാക്കി. അയൂബ് നബിയുടെ ശ്മശാന മലയിറങ്ങുമ്പോൾ
ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവനവന്റെ ദൈവവിശ്വാസത്തെക്കുറിച്ചാവണം. സലാലയിലെ കാഴ്ചകളിൽ വിസ്മയങ്ങൾ നിരവധിയാണ്. വിശ്വാസത്തിന്റെയും മിത്തുകളുടെയും പിൻബലത്തിൽ ഈ കാഴ്ചകളെ വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതി, ഒരാത്മീയത ഉള്ളിൽ നിറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും നീളം കൂടിയ ഖബറിന്റെ മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ദോഫാർ കുന്നുകളിൽ ഈ ഖബർസ്ഥാനിന്റെ നീളം 41 അടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഖബർ എന്ന റെക്കോർഡ് നേടിയ ഈ കുടീരം ഇമ്രാൻ നബിയുടേതാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും, എനിക്കും യാത്രകളോട് ഇഷ്ടപ്പെടുന്നുമില്ല, പക്ഷെ എല്ലാവർക്കും എല്ലാ സ്വപ്നങ്ങളും നടക്കാൻ കഴിയുമെന്നൊന്നുമില്ലല്ലോ. വിചാരിച്ചെടുത്ത് പോവാനും ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് കഴിയാറില്ല. യാത്രകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് യാത്രാ വേൾഡ് ഇനിയും ടൂറിസം ഒരു വലിയൊരു മേഖലകള്
ആകേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇത്രയും വർഷങ്ങൾ തീർന്നും ചിലർ യാത്രകളെ പോകുന്നില്ല എന്നത് അത് വളരെ വളരെ പ്രയാസം തന്നെയാണ്. അത് നമ്മളോടും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പം ഒമാനിന്റെ ദൃശ്യങ്ങളായിരിക്കും ഇനി നിങ്ങളിലേക്ക്. ആ ഡോക്യുമെന്ററി വീഡിയോ എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം അതൊന്ന് ഷെയർ ചെയ്യുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുക. കാരണം വ്യത്യസ്തമായ ഒമാനിനെ ഇഷ്ടപ്പെടുന്നവർ, അവിടുത്തെ ഇഷ്ട രീതികൾ, അവിടുത്തെ ചോയ്സ്, അതൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു. കേരളത്തിനെക്കാട്ടും നമുക്ക് വർണ്ണിക്കാവുന്ന മരുഭൂമികളൊക്കെ ദുബായ് നഗരങ്ങളിൽ മാത്രമല്ല, ഒമാൻ നഗരങ്ങളിലാണ് കൂടുതൽ മരുഭൂമി ഞാൻ കാണുന്നത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയിരുന്നു, പക്ഷെ കൂടുതൽ യാത്രകൾ ചെയ്ത് അബുദാബി, ദുബായ് നഗരങ്ങളിലായിരുന്നു. പക്ഷെ ഒമാനിനെ എനിക്ക് ആകർഷിക്കാൻ സാധിച്ചു എന്നതാണ് മറ്റ് പ്രത്യേകമായ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു സംഭവം. ബൈ.